ഫ്രണ്ട്സ്, മൈസൂർ പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ കുറച്ച് മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. മൈദപ്പൊടി 1 കപ്പ്, അരിപ്പൊടി 1/2 കപ്പ്, 1/4 കപ്പ് പഞ്ചസാര, 3 ഏലക്കായി, 1/4 കപ്പ് അപ്പസോഡ, ബേക്കിംഗ് സോഡ, പിന്നെ എണ്ണ. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് തൊലിച്ചെടുക്കാം. ഇത് നല്ലപോലെ പഴുത്ത പഴമാണ്, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഇതൊന്ന് തൊലി കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയാണ്, പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പഴം പേസ്റ്റായി കിട്ടി. ഇനി വേറൊരു ജാറിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ്, 1/2 കപ്പ് മൈദപ്പൊടി, 1/4 കപ്പ് അപ്പസോഡ, കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. ഇനി ഈ പഴം അതിലേക്ക് ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഈ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിൽക്കൊന്ന് പാരുന്നുണ്ട്, പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. വെള്ളം ഏറാനും പാടില്ല. ഇനി നിങ്ങൾ പഴവും ഏലക്കായും പഞ്ചസാരയും ഒക്കെ ഒന്നിച്ചിട്ട് മൈദ അരിപ്പൊടിയൊക്കെ ഒന്നിച്ചിട്ടിട്ട് അരച്ചാലും കുഴപ്പമില്ല. ഈ ജാറിൽ അരഞ്ഞ് കിട്ടില്ല വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പം നമ്മുടെ മാവ് അരഞ്ഞ് കിട്ടി. ഇനി നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓരോന്നോരോന്നായി ഉരുണ്ട ഷേപ്പിൽ ഇട്ട് കൊടുക്കുക. പഴംപൊരി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാം. നല്ല പോലെ വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുഴിയപ്പത്തിൻ്റെ മാവ് മുഴുവനായും ചട്ടിയിലിട്ട് കഴിഞ്ഞു. ഇനി ഇതും കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. നമുക്ക് നല്ല പോലെ പൊങ്ങി വന്ന് ഒരു കുയ്യപ്പത്തിൻ്റെ ഒക്കെ പോലെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ മൈസൂർ പായൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിനൊന്നും മറക്കരുത്. നമുക്കിതൊരു 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാൻ ബെസ്റ്റ് കടിയാണ്. നമ്മൾ മുഴുവനായും ചുട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.